നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക്. ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ബന്ദികളുടെ കൈമാറ്റം നീട്ടിവെച്ചാൽ ആക്രമണം ആരംഭിക്കുമെന്നും ഹമാസിനെ ഇല്ലാതാക്കും വരെ അത് തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. എക്സിലൂടെയാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. 9 പേരെ വിട്ടയക്കണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യവും. എല്ലാ ബന്ദികളെയും ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ വെറുതെ വിടില്ലെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം ഹമാസ് മോചിപ്പിച്ച ഇസ്രായേൽ ബന്ദികളുടെ ദൃശ്യം ഞെട്ടിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കി. അടുത്ത ശനിയാഴ്ച 3 പേരെയും തുടർന്നുള്ള ദിവസങ്ങളിൽ 9 പേരെയും വിട്ടയക്കണമെന്നാണ് ആദ്യം നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് എല്ലാ ബന്ദികളെയും വിട്ടയക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം ഇസ്രായേലുകാരായ ബന്ദികളെ മോചിപ്പിക്കുന്നത് ഹമാസ് നിർത്തിവെക്കുകയായിരുന്നു. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാരോപിച്ചായിരുന്നു ഹമാസിന്റെ ഈ നടപടി. അതിനാൽ തന്നെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ബന്ദികളുടെ കൈമാറ്റത്തിനില്ലെന്നാണ് ഹമാസിന്റെ നിലപാട്. കൂടാതെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രായേൽ തടസ്സപ്പെടുത്തുന്നുവെന്നാണ് ഹമാസിന്റെ മറ്റൊരു പ്രധാന ആരോപണം. 3 ആഴ്ചയായി ഇസ്രായേൽ നിരന്തരം കരാർ ലംഘനം നടത്തുന്നുവെന്നും ഹമാസ് പറയുന്നു. അതേസമയം എന്തിനും സജ്ജമായിരിക്കാൻ സൈന്യത്തിന് ഇസ്രായേൽ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹമാസിന്റെ പ്രഖ്യാപനം വെടിനിർത്തൽ കരാറിന്റെ സമ്പൂർണ്ണ ലംഘനമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും പറയുന്നു. എന്നാൽ ശനിയാഴ്ച ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ച് ഹമാസുമായി യുദ്ധം പുനരാരംഭിക്കുമെന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് നെതന്യാഹു അറിയിച്ചത്. അതേസമയം ബന്ദികളെ കൈമാറാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് യുദ്ധത്തിലേക്ക് നീങ്ങണമെന്ന US പ്രസിഡന്റ് ട്രംപ് ആഹ്വാനം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. ബന്ദികളെ ശനിയാഴ്ച വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ നരകം കാണിക്കുമെന്ന് ട്രംപ് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ട്രംപിന്റെ ഭീഷണികൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്നാണ് ഹമാസ് നേതാവായ സമി അബു സുഹ്രി വ്യക്തമാക്കിയത്. ഒരു ധാരണ ഉണ്ടാക്കിയാൽ അത് പാലിക്കാൻ ഇരുകൂട്ടരും ബാധ്യസ്ഥരാണെന്ന കാര്യം എല്ലാവരും ഓർക്കണമെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടുന്നു. ഇസ്രായേലുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് മോചിപ്പിക്കേണ്ട 33 ബന്ദികളുടെ പട്ടികയായിരുന്നു നൽകിയത്. എന്നാൽ ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ട്രംപ് കൂടുതൽ വിശദീകരണവുമായും രംഗത്തെത്തിയിട്ടുണ്ട്. ഗാസ അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ പാലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് മടങ്ങാൻ അവകാശമുണ്ടാകില്ലെന്നാണ് ട്രംപ് പറയുന്നത്. അറബ് രാജ്യങ്ങളിൽ മികച്ച താമസ സൗകര്യം ഉണ്ടാക്കിയാൽ പിന്നെ ഗാസയിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരില്ലെന്നും ട്രംപ് പറയുന്നു. എന്നാൽ ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കരുതെന്ന നിലപാട് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയതായി ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവ് അറിയിച്ചിട്ടുണ്ട്. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്നും ജോർദാന്റെ നിലപാട് അതാണെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം വെടിനിർത്തലിൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ പിടിക്കപ്പെട്ട 33 ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ഹമാസ് അറിയിച്ചിരുന്നു. 2000 പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാമെന്ന് ഇസ്രായേലും പറഞ്ഞു. ജനുവരി 19 മുതൽ ഇരു രാജ്യങ്ങളും തമ്മിൽ 5 ബന്ദികളുടെ കൈമാറ്റങ്ങളും നടന്നു. ഇതിനിടയിലാണ് കീറാമുട്ടിയായി വീണ്ടും ഭിന്നത ഉടലെടുത്തിരിക്കുന്നത്.